പൊടിയാതെ എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനായി കണമ്പെന്ന് വെച്ചാൽ. ചീനിയുടെ പുറത്തോട്ട് ഒഴിക്കാം. അവിടെ ഒഴി. ഒരു കരിമീൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. പൊടിയാതെ വാ, പൊടിയാതെ വാ. ആ, പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചീനിയും മീൻകറിയും കിടിലല്ലേ. ചീനിയും ചോറും മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ നമ്മുടെ കണമ്പിൽ നിന്നും കുറച്ചെടുക്കാം. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് കുഴച്ചൊരു കഴിക്കലും കഴിക്കാം. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കഴിക്കാം. കാന്തത്തിൽ ഇരുമ്പൊട്ടുന്ന കണക്കിതാ കപ്പയ്ക്കകത്ത് ചോറിട്ടിരിക്കുന്നതൊക്കെ. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ റോളിങ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മീനുകളെ കിട്ടിയിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ കരിമീനുണ്ട്, കണമ്പുണ്ട്, പിന്നെ കളിമീൻ എന്ന് പറഞ്ഞ മീനുണ്ട്, പിന്നെ കുറച്ച് പാര എന്നൊക്കെ പറഞ്ഞ കൊച്ചു അല്ലറ ചില്ലറ മീനുകളെല്ലാം ഉണ്ട്. അപ്പോഴിതിൽ കരിമീനും കണമ്പും കളിമീനും കൂടെ എടുത്ത് നമുക്ക് തേങ്ങ അരച്ചുള്ളൊരു മീൻകറിയാണ് വെക്കുന്നത്. കരിമീൻ അങ്ങനെ ആരും തേങ്ങ അരച്ച മീൻകറി അങ്ങനെ വെക്കത്തില്ല. സാധാരണ കരിമീൻ എല്ലാവരും പുളിയും മുളക് വയ്ക്കും, അല്ലെങ്കിൽ പൊരിക്കും, പൊള്ളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇപ്പം ഈ മീനുണ്ടല്ലോ, കണമ്പും കളിമീനൊക്കെ ഈ തേങ്ങ അരച്ച് വെച്ചെങ്കിലേ കൊള്ളാവും. അപ്പോൾ ഈ കരിമീന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് അങ്ങനെ വെക്കുന്നില്ല. ആ പാടെ 2 കരിമീനേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഈ തേങ്ങ അരച്ച മീൻ കറിക്കകത്തോട്ടിട്ട് വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വരാം. പിന്നെ ഈ മീൻ മേടിച്ചത് കൊല്ലത്തെ താന്നി എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ്. താന്നി എന്ന് പറയുമ്പോൾ കൊല്ലത്തുനിന്ന് വർക്കലയിലോട്ട് പോകുന്ന തീരദേശ റോഡുണ്ട്. അപ്പോഴതിൻ്റെ ഇടയിലുള്ളൊരു സ്ഥലമാണ് ഈ താന്നി എന്ന് പറയുന്ന സ്ഥലം. നല്ല കിടിലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. പിന്നെ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം, ക്ലീൻ ചെയ്യാം, ബാക്കി പരിപാടികളെല്ലാം ചെയ്യാം, അടുപ്പ് കത്തിക്കാം. ഓക്കെ, പരിപാടിയിലോട്ട് പോവാം. നമ്മൾ മീനെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങ തിരുവിയതും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് അടിച്ചുകൊണ്ട് വരണം. അപ്പോഴത്തേക്ക് നമുക്ക് അടുപ്പെല്ലാം കത്തിച്ച് റെഡിയാക്കി വയ്ക്കാം. നമ്മുടെ അടുപ്പ് നല്ല കത്തി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സിക്കകത്തിട്ട് അടിച്ചു വെച്ചിരുന്ന തേങ്ങയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ ഇട്ടടിച്ച ഒരു മിശ്രിതമായത്. ഇത് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ പാത്രത്തിലോട്ട് മിക്സിയുടെ ജാറ് കഴിയുക വെള്ളം കേട്ടോ, ഇതടിച്ച് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് മാങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ കുറച്ച് പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിടാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് തിളപ്പിക്കാം. തിളച്ച് വരുമ്പോഴത്തേക്കും മീനും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടി കഴിയും. നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയി കേട്ടോ.
തുറന്നു നോക്കാം. നല്ല അടിപൊളിയായിട്ട് തിളച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മീനെടുത്തിട്ടാൽ മതി. കരിമീൻ്റെ വാല്, കണമ്പിൻ്റെ തല, കണമ്പിൻ്റെ വാലും തലയും, അല്ല വാലും ഉടലും, കണമ്പിൻ്റെ ഉടൽ, കരിമീൻ്റെ തല, കരിമീൻ്റെ വാൽ, കളിമീൻ്റെ വാല്, പാര, പിന്നെ ഇത് കണമ്പിൻ്റെ പരിഞ്ഞിലാട്ടാ. ഇത് പൊരിക്കാൻ വേണ്ടി വെച്ചിരുന്നേ, കറിയിലിടാം അല്ലേ. അത് പൊടിഞ്ഞു പോകത്തേ ഉള്ളൂ, കിട്ടത്തില്ല, പിന്നെ ഇട്ടെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞാട്ടാ. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി റെഡിയാവും. നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായെന്നേ. അടിപൊളിയായിട്ട് നല്ല തിളച്ച് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കാം. കറി പെർഫെക്റ്റ് കേട്ടോ. എരി ഉപ്പും എല്ലാം കറക്റ്റ് കേട്ടോ. അപ്പോഴിനി നമുക്കിത് മാറ്റി തണുക്കാൻ വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. ആവശ്യത്തിനൊരു തുണി നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ ഇതെടുത്ത് മാറ്റാൻ വേണ്ടി. 2 ഇല അങ്ങ് പറിച്ച് അവിടെ ഇരി. അപ്പോഴത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പോയേ ചോറൊക്കെ ഇട്ടുകൊണ്ട് വരാം. നമ്മൾ മീൻകറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചോറും ചീനിയും എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻകറി അവിടെ തണുത്ത് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് നമ്മുടെ ചോറിലോട്ട് എടുത്ത് ഒഴിക്കാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഒരു കരിമീനിൻ്റെ പീസാണ്, കണമ്പാണ് കിടക്കുന്നത്. കണമ്പ് പൊടിയാതെ എടുക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന മീനായി കണമ്പെന്ന് വെച്ചാൽ. ചീനിയുടെ പുറത്തോട്ട് ഒഴിക്കാം. അവിടെ ഒഴി. ഒരു കരിമീൻ്റെ പീസ് കിട്ടിയിട്ടുണ്ട്. പൊടിയാതെ വാ. പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു പീസും കൂടെ എടുക്കാം അല്ലേ. കരിമീൻ്റെ പീസ് ഇപ്പോൾ കിട്ടിയതല്ലേ. കണമ്പിൻ്റെ പീസ് ഉണ്ടോ എന്ന് നോക്കാം. കണമ്പ് കണമ്പ് വാ. ഓക്കെ, കുറച്ച് ഗ്രേവിയും കൂടെ എടുക്കാം. ഇനി നമുക്ക് കഴിക്കാം. ആദ്യം തന്നെ കണമ്പൊന്ന് കഴിക്കാം. നോക്കിയാൽ നല്ല വെളുത്ത് വെളുവിളായിരിക്കുന്നു മാംസം. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. കണമ്പേ തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ നല്ല സൂപ്പർ മീനാട്ടാ. ഈ കണമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണമ്പിൻ്റെ ടേസ്റ്റ് കറിയിലോട്ടും കൂടെ ഇറങ്ങും. അങ്ങനത്തെ കുറേ മീനുകളുണ്ട്. ആ മീനുകളുടെ കൂട്ടത്തിൽ പെടുന്നൊരു മീനാണ് കണമ്പ്. ചീനിയും മീൻകറിയും കിടിലല്ലേ. ചീനിയും ചോറും മിക്സ് ചെയ്ത് കഴിക്കാം. പിന്നെ കുറച്ച് മീനും രണ്ടും കൂടെ മിക്സാക്കി അടിക്കാം. കരിമീനിൽ നിന്ന് കുറച്ചും എടുത്ത് പിന്നെ നമ്മുടെ കണമ്പന്തിയെ പിന്നെ നമ്മുടെ കണമ്പിൽ നിന്നും കുറച്ചെടുക്കാം. രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് കുഴച്ചൊരു കഴിക്കലും കഴിക്കാം. നല്ല വലിയൊരു ഉരുളയാട്ടാ അത്. നോക്കേ, വലിയൊരു ലഡുവിൻ്റെ അത്രയുണ്ട്. അടിപൊളി കേട്ടാ. ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് ഇതാണെന്ന് തോന്നുന്നു. ചോറും ചീനിയും മീൻ കറിയും.
എന്തായാലും ഞാനേ ബാക്കി ഇരിക്കുന്നതെല്ലാം കൂടെ സ്വസ്ഥമായിട്ടൊന്ന് കഴിക്കട്ടെ. ഇത് കണക്കത്തൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ വരുന്ന കേട്ടോ. ഇത് കണക്കത്തൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.